രാജശേഖർ സാറേ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അംബേദ്കർ ജയന്തി. രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അംബേദ്കർ എന്ന് പറയുന്ന പേരിന് വളരെയധികം കാലിക പ്രസക്തിയുണ്ട്. അംബേദ്കറിനെ ഈ ദിവസം നമുക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കേണ്ടത്? ഈ ദിവസമൊന്നല്ല, ഏത് ദിവസമാണെങ്കിലും മനുഷ്യന് ചിന്തിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന കാലത്തെന്നും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറുടെ. സ്വാഭാവികമായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിനെ വരുന്നു, ജനാധിപത്യം ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ചോദ്യമൊക്കെ ഉയരുമ്പം ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറുടെ സ്മരണ വരുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ പൂപ്പുകളിലൂടെ മാത്രമേ നമുക്ക് ഏതൊരു സംവാദവും ആരംഭിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും ഭാരതത്തിലെ അധസ്ഥിത വർഗത്തിൻ്റെ എന്നും അഭിമാനിക്കാവുന്ന താരമായി വ്യാസൻ്റെയും വാൽമീകിയുടെയൊക്കെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഭാരതത്തിൽ അംബേദ്കർക്ക് അംഗീകാരം ലഭിക്കുന്നതിന് ഏറെ പണിയെടുക്കേണ്ടി വന്നും, അവഗണന അതിലധികം സഹിക്കേണ്ടി വന്നും. ഒന്നും വേണ്ട, പഠിക്കാൻ പോയ പള്ളിക്കൂടത്തിൽ പ്യൂണത് വരാത്ത ദിവസം കുടിക്കാൻ വെള്ളം കിട്ടത്തില്ലായിരുന്നു. എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒന്നിച്ചു വെച്ചിരിക്കുന്ന ആ കൂജയ്ക്കകത്ത്, മൺകൂജയ്ക്കകത്തുനിന്ന് വെള്ളം എടുത്തു കുടിക്കാൻ അനുവാദമില്ലായിരുന്നു. പ്യൂണ് വന്നാൽ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ് കുടിക്കാൻ കഴിയുമായിരുന്നത്. പ്യൂണ് വന്നില്ലെങ്കിൽ അന്ന് വെള്ളം കുടിക്കാനും പറ്റില്ലായിരുന്നു. ഇത് സാമ്പത്തികമായിട്ട് ഭേദപ്പെട്ട സാഹചര്യത്തിലുള്ള അംബേദ്കറുടെ അവസ്ഥ എന്ന് ആലോചിക്കണം. അംബേദ്കർ അച്ഛൻ ഉദ്യോഗസ്ഥനായിരുന്നു, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. സാമ്പത്തിക പ്രശ്നമല്ല, സാമൂഹിക അവഗണനയുടെ പ്രശ്നമായിരുന്നു. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അംബേദ്കറുടെ അവഗണന ആ ഒരു സാഹചര്യത്തിൽ മാത്രം അവസാനിച്ചോ? ഒരിക്കലുമില്ല. അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം കഴിഞ്ഞു, ആ ചെറിയ പ്രായത്തിൽ ഡോക്ടറേറ്റ് എടുത്തു, ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവഗണനയുണ്ട്. പക്ഷേ അവഗണനയുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും നികൃഷ്ടമായ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഇന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഡോക്ടർ അംബേദ്കറാണ് ഭാരതത്തിൻ്റെ ഭരണഘടന എന്നതെന്ന്. അതെ അതെ. ആ ഭരണഘടന നിർമ്മാണ സമിതിയിലേക്ക്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, അംബേദ്കർ സ്വാഭാവികമായിട്ട് എത്തിച്ചേർന്നതായിരിക്കുമല്ലോ നിങ്ങൾ കരുതുക. അല്ലേ? അങ്ങനെ ആയിരുന്നില്ല. അംബേദ്കർ അങ്ങോട്ട് വരുന്നതിനുള്ള വഴി തടയുന്നതിനുള്ള സകല മാർഗവും ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് നോക്കിയ ശേഷമാണ് അംബേദ്കർ അവിടെ പ്രവേശിക്കാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ ബോംബെ പ്രൊവിഷ്യൽ അസംബ്ലിയിൽ നിന്നാണ് അംബേദ്കർ അസംബ്ലിയിൽ വരാൻ വേണ്ടി മത്സരിക്കുന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ മത്സരിക്കുന്നത്. കോൺഗ്രസ്സുകാർ അവിടെ പോയി ചെയ്യാവുന്ന സകല ലോബിയിങ്ങും വർക്ക് നടത്തി തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ പരാജയപ്പെടുത്തി. എന്ന് മാത്രമല്ല, മറാഠി പത്രത്തിലും മറ്റൊക്കെ വാർത്ത കൊടുത്തു, അംബേദ്കർ ഭാരതത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വാതിലിൽ കൂടെയല്ല, കയറുകയല്ല, ജനലിൽ കൂടി എത്തി നോക്കുക പോലും ചെയ്യില്ല എന്നാണ് അവർ അവകാശപ്പെട്ടത്. അല്ല, അങ്ങനെയുള്ളവരാണോ ഇപ്പൊ പറഞ്ഞു നടക്കുന്നത്? എന്നിട്ട് എങ്ങനെ അദ്ദേഹം വന്നതെന്നറിയണ്ടേ? അദ്ദേഹം വരുന്നത് ഇതേ സമയത്ത് വെസ്റ്റ് ബംഗാളിലെ ഒരു പിന്നോക്ക വിഭാഗത്തിന്റെ പ്രധാനി ഉണ്ടായിരുന്നു, ജ്യോതിർമയി മണ്ഡൽ. അദ്ദേഹം പിന്നെ പോയി പാകിസ്ഥാന്റെ നിയമമന്ത്രിയാകുക, ഇവിടെ അംബേദ്കർ ആയതുപോലെ പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തതാണ്. അന്നത്തെ ബംഗാളിലെ പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ നാമശൂദ്ര വിഭാഗം എന്നൊരു പിന്നോക്ക വിഭാഗമുണ്ട്, നാമശൂദ്രർ എന്നാ പേര്. ആ നാമശൂദ്രരുടെ കൂടുതൽ പ്രഭാവമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് അംഗമായിരുന്നു അദ്ദേഹം. സ്വന്തം അംഗത്വം രാജിവെച്ചിട്ട് അദ്ദേഹം അംബേദ്കറിന് അവസരം കൊടുത്തു. അങ്ങനെ ജ്യോതിർമയി മണ്ഡൽ സൃഷ്ടിച്ചു കൊടുത്ത വേക്കൻസിയിൽ മത്സരിച്ചാണ് ഇപ്പം നമ്മുടെ അമേഠിയും തോറ്റിട്ട് വയനാട് വന്ന് രാഹുൽ ഗാന്ധി ജയിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് ജയിക്കാൻ അനുവദിക്കാതിരുന്ന കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവും, കോൺഗ്രസിന്റെ പ്രസിഡന്റ് നെഹ്റുവാണ്, അനുവദിച്ചില്ല. അംബേദ്കർ ഇവിടെ വന്ന് ജയിച്ചു. എന്നിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലായി. അവിടെ കഴിഞ്ഞു, അവഗണന അവസാനിച്ചിട്ടില്ല.
ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയുടെ ഭരണഘടനാ സൃഷ്ടാവാണ്, നൽകിയ ആളാണ് അംബേദ്കർ എന്നൊക്കെ പറയുന്ന ഭാരതത്തിന് അംബേദ്കറുടെ കടപ്പാടില്ലായിരുന്നു? തീർച്ചയായും. ആ കടപ്പാട് നിർവഹിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? 1952 അതേ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എസ്.എ. ഡാംഗെയും ജവഹർലാൽ നെഹ്റു എല്ലാം കൂടെ ഒന്നിച്ചു വന്നു. ആ ലോകസഭയിലേക്ക് ഒരിക്കലും അംബേദ്കർ വിഭാവനം ചെയ്ത, അംബേദ്കർ പദ്ധതിയിട്ട ജനാധിപത്യ പ്രക്രിയയിൽ ആ ഭരണഘടനയിൽ കൂടെ സ്ഥാപിക്കപ്പെട്ട ലോകസഭയിലേക്ക് അംബേദ്കറെ പോകാതെ അനുവദിച്ചിട്ടില്ല നെഹ്റുവും കോൺഗ്രസും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവഗണന നേരിടേണ്ടി വരുന്നത്? കാരണം അംബേദ്കർ മിടുക്കനായിരുന്നു, പ്രഗത്ഭനായിരുന്നു. സർദാർ പട്ടേലിന് സംഭവിച്ചതുപോലെയാണോ അതൊക്കെ ഇത്രയും വ്യത്യാസമുണ്ട്. അത് നമ്മൾ ചർച്ചയ്ക്കുള്ള സമയം നമുക്കില്ല. കൃത്യമായി ഞാൻ പറയാം, എനിക്കറിയാം എങ്ങനെയാണ് സംഭവിച്ചെന്ന്, എന്തുകൊണ്ട് സംഭവിച്ചെന്ന് അറിയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു അംബേദ്കർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിമർശകനായിരുന്നു. അതുപോലെ മാപ്പിളകളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ കൃത്യമായിട്ട് മുസ്ലിം വർഗീയതയ്ക്ക് എതിരായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് നെഹ്റുവിനും കോൺഗ്രസിനും എതിർപ്പ്, നെഹ്റുവിൻ്റെ എതിർപ്പ് എന്ന് പറയുന്ന ഒരു പരിധി വരെ അസൂയയും കൂടിയായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടും ഇദ്ദേഹത്തോടും ഒക്കെ ഇദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തിൻ്റെ പേരിൽ ഇവരോട് ലേശം അസൂയ ഉണ്ടായിരുന്നു, മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും അംബേദ്കറെ ആദ്യ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരാൻ അനുവദിച്ചിട്ടില്ല. ആദ്യ തെരഞ്ഞെടുപ്പിന് പരാജയപ്പെടുത്തി. ആദ്യം മാത്രമല്ല, പിന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘം, ഗുരുജി ഗോൾവർക്കറുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം, ഞാൻ പറയുന്നൊരു കാരണമുണ്ട്. ദത്തോബാദ് ധേങ്കഡ്ജി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ സംഘപ്രചാരകനെയും BMS നേതാവിനെയും അംബേദ്കറോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി വിട്ടു. അങ്ങനെയാണ് അടുത്ത ഇലക്ഷനും, ആ ഇലക്ഷനും തോറ്റുപോയി. ആ ഇലക്ഷന് ദത്തോബാദ് ധേങ്കഡ്ജി ആയിരുന്നു അംബേദ്കറുടെ പ്രധാന സഹായി. RSS ആണ് അംബേദ്കറെ സഹായിച്ചത്. ഇന്ന് രാഷ്ട്രീയം പറയുന്നവരൊക്കെ മറ്റു പലരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത്. ഡോക്ടർ ദത്തോബാദ് ധേങ്കഡ്ജി RSS അല്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആകാരും പറയില്ല. അപ്പൊ S.A. ഡാംഗെയും ജവഹർലാൽ നെഹ്റുവും കൂടെ പരാജയപ്പെടുത്താൻ നോക്കിയെടുത്ത് ദത്തോബാദ് ധേങ്കഡ്ജിയാണ് ഇദ്ദേഹത്തോടൊപ്പം നിന്ന് വർക്ക് ചെയ്തത്. അത് ഡോക്ടർ അംബേദ്കർക്ക് അറിയാമായിരുന്നു. അറിയാൻ വയ്യാത്ത കാര്യമല്ലല്ലോ, രഹസ്യമായിട്ട് പറ്റില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡോക്ടർ അംബേദ്കറെ തകർക്കാൻ വേണ്ടിയാണ് ജഗജീവൻ റാം എന്ന് പറയുന്ന വേറെ ഒരു ദളിത് നേതാവിനെ കോൺഗ്രസ് അവതരിപ്പിച്ചത്. 1920 തൊട്ട് അവതരിപ്പിച്ചത് ഈ അംബേദ്കറെ ചെറുക്കാൻ വേണ്ടിയാണ്. കാരണം ഡോക്ടർ അംബേദ്കർക്ക് എങ്ങനെയാണ് ഭാരതത്തിലെ ദളിത സമൂഹത്തെ കോൺഗ്രസ് വഞ്ചിച്ചെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. കാരണം ഏതാണ്ട് 1921 ശേഷം സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറഞ്ഞൊരു ആര്യ സമാജ് നേതാവ് ഉണ്ടായിരുന്നു. ഹരിജൻ സേവ ജീവിതവ്രതമായി മാറ്റിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ സ്വാമി ശ്രദ്ധാനന്ദയെ വധിച്ച കാര്യത്തിൽ മുസ്ലിം തീവ്രവാദികൾ ഭരിക്കുക, റഷീദ് എന്നൊരു അളവ് ചെയ്യുന്നു. ചർച്ച അങ്ങോട്ടൊക്കെ പോയി അധികം സമയമെടുക്കും. ആ കാര്യത്തിൽ ശക്തമായി പ്രതികരിച്ചു ഡോക്ടർ അംബേദ്കർ. മാത്രമല്ല, അംബേദ്കർക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചേർന്ന് പോകാൻ പറ്റിയിരുന്നത് വിനായക ദാമോദർ സവർക്കറുമായിട്ടായിരുന്നു, വീര സവർക്കറുമായിട്ടായിരുന്നു. ജാതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സവർക്കർ പോയ ലെവൽ വരെ ഇന്ത്യയിൽ ആരും പോയിട്ടില്ല. അതാണ് അംബേദ്കർക്ക് താല്പര്യമായത്. ജാതി വ്യവസ്ഥ നിലനിർത്തണം എന്നുള്ള അഭിപ്രായം പോലും ഗാന്ധിയെ പോലൊരു പറഞ്ഞിരുന്നു. അതായത് വ്യത്യാസം വേണ്ടാന്ന്. അതിന് നമ്മുടെ വേദശാസ്ത്രങ്ങളിലൊക്കെയുള്ള ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. അന്ന് സവർക്കർ പറഞ്ഞത് വേദശാസ്ത്രങ്ങൾ ജാതി വ്യവസ്ഥ അനുകൂലിക്കുന്നതാണെങ്കിൽ ആ വേദശാസ്ത്രങ്ങൾ എടുത്ത് തോട്ടിക്കളയണം എന്നാണ് പറഞ്ഞത്. അതെ, സവർക്കറിൻ്റെ ചർച്ചാ വിഷയം. എങ്കിലും ഞാൻ പറയാൻ വന്നത്, എല്ലാ തരത്തിലുള്ള അൺടച്ചബിലിറ്റിയും ജാതിയെ മൊത്തം കളയണമെന്ന് ആവശ്യപ്പെട്ട് സവർക്കറുമായിട്ട് അംബേദ്കർ ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് സവർക്കർക്കെതിരെ കള്ളക്കേസ് വന്നപ്പം, അതായത് ഗാന്ധിവധത്തിൻ്റെ പേരിൽ സവർക്കറെ പെടുത്താൻ നോക്കിയപ്പം ഡോക്ടർ അംബേദ്കർ അന്ന് നിയമമന്ത്രിയാണ്. സവർക്കറുടെ അഭിഭാഷകനായ LP ബബത്കറുമായിട്ട് സംസാരിച്ച് സവർക്കറുടെ കേസിന് ശക്തി കൊടുക്കുന്ന നിലപാടാണ് അംബേദ്കർ എടുത്തത്.
അതൊക്കെ ചരിത്രമാണ്. അതല്ല വിഷയത്തിനകത്ത് ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ജഗജീവൻ റാമിനെ കൊണ്ടുവന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ജഗജീവൻ റാം ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായിരുന്നു. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോകേണ്ടത് ജഗജീവൻ റാമിനാണ്, അല്ല ഒരു പരിധി വരെയെങ്കിലും. അതും കൂടെ ഇന്ദിരാഗാന്ധി കൊടുത്തതും ഒക്കെ ശരി. പക്ഷെ 1977 ജനതാ സർക്കാരിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം ഒരു ഘട്ടത്തിൽ ജഗജീവൻ റാമിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന സാഹചര്യം വന്നപ്പം അന്ന് ജഗജീവൻ റാമിനോട് ആ അവസരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആൾ ഇന്ദിരാഗാന്ധിയാണ്. അതിനാണ് ജഗജീവൻ റാം എന്ന് പറഞ്ഞത് ഈസ് കമ്പക് മുൽക്കുമേ, ഈ വൃത്തികെട്ട രാജ്യത്ത് ഏക് ചമാർ കബീബി ഏക് പ്രധാനമന്ത്രി നഹി ബൻ സക്താണ്. ഈ നശിക്കപ്പെട്ട രാജ്യത്ത് ഒരിക്കലും ഒരു ചമാർ ദളിത് സമൂഹത്തിൽപ്പെട്ടാണ് ചെരുപ്പ് കുത്തി പ്രധാനമന്ത്രി ആവില്ല എന്ന് ഈ ജഗജീവൻ റാമിനും പറയേണ്ടി വന്നു. അപ്പം ഡോക്ടർ അംബേദ്കറോടാണെങ്കിലും ജഗജീവൻ റാമിനോടാണെങ്കിലും ദളിത് സമൂഹത്തോടാണെങ്കിലും എല്ലാം എന്നും അവഗണനയുടെ രാഷ്ട്രീയമാണ് ഈ പറയുന്നവരൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ അതിനെ പരിഗണനയുടെ രാഷ്ട്രീയത്തിലേക്ക് മാറ്റിയതാണ് നരേന്ദ്രമോദിയെ ഇന്ന് ഇവർക്കെല്ലാം എതിർക്കുന്നതിനുള്ള സാഹചര്യവും. നമ്മളിപ്പോൾ പ്രസന്റിലേക്ക് വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സാറേ, ഈ ഇത്രയധികം അപകടങ്ങൾ അംബേദ്കർ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളത് സാർ ഇപ്പോൾ പറയുമ്പോഴാണ് നമുക്കും കൂടെ കുറച്ച് മനസ്സിലാവുന്നത്. ഈ പ്രേക്ഷകർക്ക് അതായത് അപ്പോഴായിരിക്കും കുറച്ചുകൂടെ കാര്യം മനസ്സിലാവുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നോക്കിയാൽ ഒരുപക്ഷെ സാറ് പറഞ്ഞ കറക്റ്റാണ്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കണം BR അംബേദ്കറിനെ ഒരു മുഖമാക്കി കൊണ്ടു നടക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലുപരി അവർക്ക് BR അംബേദ്കറിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് തന്നെയാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. യാതൊരു സംശയവുമില്ല. അംബേദ്കർ എല്ലാവർക്കും ദളിത് സമൂഹത്തിന് പ്രത്യേകിച്ചും വോട്ടവകാശം നേടി 18 വയസ്സിന് മേലുള്ളവർക്ക് വോട്ടവകാശം കൊടുത്തതിൻ്റെ 21 അന്ന് 20 പിന്നെ 18 കൊടുത്തതിൻ്റെ കാരണം തന്നെ രാജ്യത്തെ ജനശക്തി അനുസരിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനും ജനാധിപത്യത്തിലൂടെ അധികാരത്തിൻ്റെ പങ്ക് വഹിക്കുന്നതിനും, അല്ലാതെ സംവരണത്തിൻ്റെ ഇതല്ല, തൊഴിലല്ല. ഈ സമൂഹം വളരണമെന്ന് ആഗ്രഹിച്ചാണ് അംബേദ്കർ ചെയ്യുന്നത്. അതിനെ നെഹ്റു തൊട്ട് രാജീവ് ഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗുള്ള ഭരണകൂടങ്ങൾ വലിയൊരു വിഷയമായത്. എനിക്ക് ഈ ഒരു ഫ്രെയിമിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അവരൊക്കെ ആ സമൂഹത്തിന് എതിരി നിന്നപ്പം, കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നപ്പം നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ദളിതനെന്നോ ദളിതനല്ലാത്തവരെന്നുള്ള പരിഗണനയൊന്നും കൂടാതെ സമൂഹത്തിലേക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തു തുടങ്ങിയത്. അതിപ്പം വീടാണെങ്കിലും ശൗചാലയങ്ങളാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണെങ്കിലും കുടിവെള്ളമാണെങ്കിലും എല്ലാത്തിലും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആ ഒരു ശൈലി വ്യത്യസ്തമാണ്. അത് ഹുക്കുംദേവ് നാരായൺ യാദവ് എന്നാണ്. അദ്ദേഹം പഴയ ഒരു ലോഹിയറ്റാണ്, സംഘവുമായിട്ട് ബന്ധമുണ്ടായിരുന്നതാണ്. അതുപോലെ BJPയുടെ ബീഹാറിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. അദ്ദേഹം ഒരു ലോകസഭ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്, യൂട്യൂബ് വഴി കേട്ടതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പം ആദ്യം ചെയ്തൊരു കാര്യം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഗർഭിണികളായ സ്ത്രീകൾക്ക് പോഷകാഹാരം ലഭിക്കുന്നതിന് വേണ്ടി 500 രൂപ വീതം മാസം കൊടുക്കാൻ തയ്യാറായി. ഇത് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങൾ ഹരിജനങ്ങൾക്കാണ്, ദലിതർക്കാണ്, ഗിരിജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ളത്. അപ്പം ഈ തരത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത നരേന്ദ്രമോദിയുടെ ഭരണരീതി, സമീപന രീതി രാജ്യത്ത് ഏറ്റവും താഴേക്കെട്ടുള്ള ദരിദ്ര നാരായണനെ ഉയർത്തിക്കൊണ്ടുന്നൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം മുതലെടുപ്പിനായി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കുമെന്ന് വന്നപ്പോഴാണ് അങ്ങീ പറഞ്ഞ കൂട്ടര് എല്ലാവരും കൂടെ ചേർന്ന് അംബേദ്കറുടെ പേരും കൂടെ പറഞ്ഞുകൊണ്ട് മോദി എതിർക്കാൻ തയ്യാറാവുന്നത്. കാരണം ഡോക്ടർ അംബേദ്കറുടെ ലീഗസി, അംബേദ്കർ തുടങ്ങി വെച്ച സാമൂഹിക നവോത്ഥാനത്തിൻ്റെ, അതായത് അധസ്ഥിതൻ്റെ വളർച്ചയുടെ സന്ദേശം പ്രായോഗികമായി പ്രവർത്തന തലത്തിലോട്ട് കൊണ്ടുവന്ന നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി
സർവാശ്ലേഷിയായ വികസനത്തിൻ്റെ ആളുമാണ്. അതാണ് നരേന്ദ്രമോദിയെ സഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇതൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്, അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. പലരും പറയുന്നത് കേട്ടാൽ വിചാരിക്കും അംബേദ്കറാണ് ഏറ്റവും വലിയ ഹിന്ദു വിരോധി എന്ന്. അംബേദ്കറുടെ ആനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അവസാനം പറയുന്നൊരു വാചകമുണ്ട്. അംബേദ്കർ ഏറ്റവും കൂടുതൽ ഹിന്ദുവിനെ വിമർശിച്ചൊരു പുസ്തകമാണ്. ഇവിടെ സ്വരാജ് കിട്ടിയാൽ പോരാ, സ്വരാജ് സംരക്ഷിക്കപ്പെടണം. സ്വരാജ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഹിന്ദു സംരക്ഷിക്കപ്പെടണം. ഹിന്ദു സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിഭാഗീയത ഇല്ലാതാവണം. എന്തായിരുന്നു അംബേദ്കറുടെ കാഴ്ചപ്പാട്? കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അത് ഹിന്ദു എന്നതിനെ കുറിച്ചുള്ള സവർക്കറുടെ ഡെഫിനിഷൻ ഉള്ളിൽ നിന്നുള്ള കാഴ്ചപ്പാടിൻ്റെയും കൂടെ ഭാഗമാണ്. അവിടെ നിൽക്കട്ടെ. എന്നാലും ഹിന്ദു സംരക്ഷിക്കപ്പെടണമെന്നാണ് അംബേദ്കർ ആവശ്യപ്പെട്ടത്. ഇനി മതപരിവർത്തനം പ്ലാൻ ചെയ്തപ്പം 1935 എൻ്റെ ഓർമ്മ. അന്ന് അംബേദ്കറെ പലരും സമീപിച്ചു. 8 കോടി രൂപ കൊടുത്താണ് മുസ്ലിം വിഭാഗം അംബേദ്കറെ കൂടെ കൂട്ടാൻ നോക്കിയത്. സ്വാഭാവികമായി ക്രിസ്ത്യൻ പാതിരിമാരെ ശ്രമിച്ചു കാണും. അന്ന് അംബേദ്കർ അനുയായികളുടെ കാര്യം പറഞ്ഞു. 3-4 വർഷമായി അപ്പോൾ ഇദ്ദേഹം മതപരിവർത്തനം വേണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളാരും ഞാനിനി പറയുന്നിടം വരത്തേക്ക് എടുത്തു ചാടി പരിവർത്തനത്തൊന്നും പോകണ്ട. എന്നിട്ട് അദ്ദേഹം അന്ന് ഡോക്ടർ BS മുഞ്ചയോടും വീരസ്വർക്കറോടും ഉള്ള സംഭാഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കാര്യം പറഞ്ഞു. അതിതാണ്, ഹരിജനങ്ങൾ ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർ, ദളിതർ മുസ്ലിമിനോട് ചേർന്ന് കഴിഞ്ഞാൽ മുസ്ലിമിൻ്റെ ശക്തി കൂടും. അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങളുടെ അടിത്തറ ഇളക്കും. ഹിന്ദു സംസ്കാരമായിട്ട് നിങ്ങളുടെ ബന്ധം പുലർത്തും. അത് നിങ്ങളെ തകർക്കും. 2, ക്രിസ്ത്യൻ വിഭാഗത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ ഇരട്ടിയാകും. അതോടുകൂടി ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള പ്രതീക്ഷ തന്നെ വേണ്ടാതെയാകും. എന്ന് പറഞ്ഞാൽ ആരുടെ കൂടി അവർ നിൽക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ കൃത്യമായിട്ടും ഭാരതത്തിലെ രാഷ്ട്രത്തിൻ്റെ അംബേദ്കർ തന്നെ പറഞ്ഞ പോലെ ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സംരക്ഷണത്തിന് ഹിന്ദു നശിക്കാതിരിക്കണം, സംരക്ഷിക്കപ്പെടണം. സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിനെ മതപരമായിട്ടല്ല കാണേണ്ടത്. മതപരമായിട്ട് പറഞ്ഞാൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം നിലനിൽക്കാൻ അനുവദിക്കുന്ന ഹൈന്ദവ ദേശീയതയുടെ പ്രഭാവം ഉണ്ടായെങ്കിൽ മാത്രമേ ഭാരതം നിലനിൽക്കൂ. ആ പ്രഭാവം നിലനിൽക്കാൻ വേണ്ടി നരേന്ദ്രമോദി തുടരേണ്ടത് ഭാരതത്തിൻ്റെ ആവശ്യമാണ്. ഈ കാലത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആവശ്യം.